തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായി. ഈ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം എഴുതിയിട്ടുണ്ട്, പ്ലാറ്റ്ഫോം. അത് ഗണേശറത്ത് തടാകത്തിന്റെ തീരത്താണ്. ഇത് പയ്യാവൂർ ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിൽ എന്ന് പറയുന്നത് പോലെ എഴുതിയിട്ടുണ്ട്. അത് ഗണേശറത്ത് തടാകത്തിന്റെ തീരത്താണ്. രണ്ടാമത്തെ വാക്യം, രണ്ട് വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. അവിടെ ഒരു വാക്കുണ്ട്, അവൻ കണ്ടു. ആമേൻ. അവന്റെ കണ്ണുകൾ കണ്ടു. എന്ത്? രണ്ട് വള്ളങ്ങൾ ആ കരയ്ക്കടുത്ത് ചേർന്ന് കിടക്കുന്നത് അവൻ കണ്ടു. ഈ വള്ളം സന്തോഷമാണോ, ഈ വള്ളത്തിലുള്ളവർക്ക് സന്തോഷമാണോ, ദുഃഖമാണോ എന്ന് ചോദിച്ചാൽ വായിക്കുമ്പോൾ പിടികിട്ടും. ഈ രണ്ട് വള്ളത്തിലുള്ളവരും ദുഃഖത്തിലാണ്. കാരണം അവർ അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയിട്ടില്ല, ഒരു മെച്ചവുമില്ല, ഒന്നും മിച്ചവുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിനാണ് ഉള്ളത്. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. അവർ മീനിന്റെ ആ വല എടുത്ത് കഴുകി മടക്കി വെക്കുവാണ്. മടക്കി, ഇനി ശ്രദ്ധിച്ച്, ഇവിടെ ഇരിക്കുന്ന ഈ വർഷിപ്പൊക്കെ നടത്തിയ ബ്രദർ മീൻ പിടിക്കാൻ പോകുന്ന ആളാണ്. തിരുവനന്തപുരം പൂന്തുറ സ്ഥലത്ത് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന തൊഴിൽ ആണ്. മീൻ വല കഴുകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ന് മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിർത്തിവെച്ചു എന്നാണ്. അത് മടക്കി എടുത്ത് വയ്ക്കുകയാണ്. ഇനി പോയിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷയുടെ ചില വലകളെടുത്ത് മടക്കി വെച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടോ, ഇനി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇത് കുറെ പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നിട്ടില്ല, ഇനി ഞാൻ ഒരു പ്രാർത്ഥനയ്ക്കും പോകുന്നില്ല, ഒരു ധ്യാനത്തിനും പോകുന്നില്ല എന്ന് നിങ്ങൾ ഏതെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുടെ വല മടക്കി വച്ചിരിപ്പുണ്ടോ? ഇനി ഞാൻ ആ പരീക്ഷ എഴുതുന്നില്ല, ഇനി IELTS എഴുതില്ല, ഇനി OIT എഴുതില്ല, ഇനി ജർമ്മൻ പരീക്ഷയ്ക്ക് പോകത്തില്ല, ഇനി ഒരു കോളേജിലേക്ക് ഞാൻ പോകുന്നില്ല. മടക്കി വയ്ക്കാൻ വരട്ടെ. ആരും നിങ്ങൾ എന്തിലേക്ക് ഇറങ്ങി അത് മടക്കി വെച്ച് പോവല്ല തിരിച്ച്. ഒരാൾ ഞങ്ങളുടെ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ 12 പ്രാവശ്യം OIT പരീക്ഷ എഴുതി, ഇനി ഞാൻ എഴുതത്തില്ല, എൻ്റെ പൈസ പോയി, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെതിരെ നീ കൊണ്ട പൈസ എല്ലാം കൊണ്ട് കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടി പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടെയാ, ഒന്നും കൂടെ എഴുതി നോക്ക്. ഇനി എഴുതിയിട്ട് കാര്യമില്ല, 12 പ്രാവശ്യം എഴുതി. എന്തായാലും ആ വാക്ക് കേട്ട് എഴുതി 13ാമത്തെ പ്രാവശ്യം ജയിച്ചു. 13 സാക്ഷ്യം പറഞ്ഞ കാര്യമാണ്. 12 പ്രാവശ്യം എഴുതി ആ വല മടക്കി വെക്കുക, ഇനി എടുക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്നയാളാ. ഒന്നും കൂടെ എടുക്ക്, ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്, ഒരു അനുഗ്രഹം ജീവിതത്തിൽ വരാനുണ്ട്. ഇവർ വല കഴുകി മടക്കി വെക്കുമായിരുന്നു. ഇനി 3ാമത്തെ വാക്യം, ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. അപ്പൊ ഈ വള്ളത്തെ ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വള്ളം? നമ്മൾ പറയില്ല, ആ കാറ് ഇന്നയാളുടെയാണ്, ഈ വണ്ടി ഇന്നയാളുടെയാണ്, ആ ഓട്ടോറിക്ഷ ഇന്നയാളുടെയാണ്, ഇന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വണ്ടിയാണ് എന്ന് പറയുന്നത് പോലെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വള്ളം ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? ശിമയോൻ ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. അപ്പൊ 2 വള്ളവും ഇങ്ങനെ കിടക്കുക തീരത്ത്. ഇനി അടുത്തൊരു ചെറിയ വാക്കുണ്ട്, യേശു അതിൽ കയറി. അതാണ് ടേണിംഗ് പോയിന്റ്. ആ ഒരൊറ്റ വാക്കാണ്, യേശു അതിൽ കയറി. എന്നാണോ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കയറി വരുന്നത്, അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. എന്തെല്ലാം കയറി വന്നിട്ട് കാര്യമില്ല. എന്നാണോ ഒരു ദൈവാനുഗ്രഹം കയറി വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് ദൈവവചനം പ്രസംഗിക്കുന്ന ഞാൻ ഒരിക്കലും ഇങ്ങനെ ദൈവവചനം പ്രസംഗിക്കേണ്ട ഒരാളല്ല. കാരണം ഞാൻ നല്ല ഒരു വീട്ടിൽ ജനിച്ച ഒരാൾ പോലും അല്ല. എൻ്റെ നാട്ടിലോ എൻ്റെ വീട്ടിലോ ഒന്നും വലിയ പേരോ പ്രശസ്തിയോ ഒന്നുമില്ല. അല്ലെങ്കിൽ ആൾക്കാർ ഈ നെറ്റി ചുളിച്ച് എന്നെ ഇയാൾ എന്തു പ്രസംഗിക്കും. ഞാൻ 10ാം ക്ലാസ്സിൽ ജയിച്ച ഒരാൾ പോലും അല്ല. 10ാം ക്ലാസ്സിൽ എഴുതി പരാജയപ്പെട്ടു പോയ ഒരാളാണ്. 2ാമത് നടുവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് പാരൽ കോളേജിൽ പോയി പാസ്സായ ഒരാളാണ്. എന്നെ ഒരു സെമിനാരിയിലും എടുക്കത്തില്ലായിരുന്നു. എൻ്റെ പള്ളിയിലെ കോൺവെന്റിലെ സിസ്റ്റർമാർ തന്നെ പറഞ്ഞത്, ആ കൊച്ചിനെ ഒന്ന് സെമിനാരിൽ എടുക്കണ്ടച്ചോ എന്ന് പറഞ്ഞവർ വരെയുണ്ട്. നമ്മളൊന്നും ആരും സപ്പോർട്ട് ചെയ്യാത്തൊരു കാലവുമുണ്ട്.
എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനെങ്ങനെ ഇവിടെ നിൽക്കണം? എന്നേക്കാൾ ശ്രേഷ്ഠരായ അനേകം ആളുകളുടെ മുമ്പിൽ നിൽക്കാൻ കാരണം എന്നാണോ കണ്ണുനീരോടെയൊക്കെ ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം മനസ്സിരുത്തി വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ദൈവാനുഗ്രഹം വന്നു കയറും. അപ്പോൾ നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങും. എന്നോട് ഒത്തിരി പേർ ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്? എനിക്ക് വലിയ പഠിപ്പും വിദ്യാഭ്യാസമൊന്നും ഇല്ല കേട്ടോ. ഞാൻ വലിയ തിയോളജി ഒന്നും പഠിച്ച് വലിയ ഡോക്ടറേറ്റ് നേടിയ ആളല്ല, വലിയ മാർക്കുള്ള ആളൊന്നുമല്ല. പക്ഷേ ഈ ഒരൊറ്റ വാക്കാണ്, ശിമയോൻ പത്രോസിന്റെ വള്ളത്തിൽ യേശു അതിൽ കയറി. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കയറി വരുന്ന ദിവസമായി 4-ാം ദിവസം. വിശ്വസിക്കുന്നു. നിറയെ മീനുള്ളൊരു വള്ളമാണ്, ഇഷ്ടംപോലെ ആൾക്കാർ കയറും ഇല്ലേ? ഇഷ്ടംപോലെ മീനുണ്ടെങ്കിൽ എല്ലാവരും കയറും. മീനില്ലാത്ത വള്ളത്തിൽ ആര് കയറാനാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടത്തിലാണോ? എന്തെങ്കിലും വിഷമത്തിലാണോ? എന്ന് എവിടെയെങ്കിലും പരാജയപ്പെട്ടോ? ദൈവം നിന്റെ ജീവിതത്തിൽ കയറി വരുന്ന ഒരു 4-ാം ദിവസമാണ് ഈ പയ്യാവൂർ ദൈവം ഈ കൺവെൻഷൻ കേട്ടോ. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ വിഷമിച്ചിരിപ്പുണ്ടോ? ഏതെങ്കിലും യുവതി യുവാക്കൾ വിഷമിച്ചിരിപ്പുണ്ടോ? എവിടെയെങ്കിലും തകർന്നിരിപ്പുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കയറുന്ന ദിവസമാണിന്ന്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കയറി വന്നാൽ പഴയതുപോലെ ആയിരിക്കില്ല മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം. മറ്റൊരാൾ അതിശയിക്കത്തക്ക വിധം ജീവിതത്തെ ദൈവം മാറ്റാൻ തുടങ്ങും. പലരും ചോദിക്കും, എങ്ങനെ? പുള്ളിയോ, ആ വീട്ടുകാരോ, അവരോ? പലരും അതിശയിക്കത്തക്ക വിധം അല്ല, പലരും ചോദിക്കും, എങ്ങനെയാണ് അങ്ങനെ ആയതെന്ന് അത്ഭുതത്തോടെ ചോദിക്കുന്ന വിധത്തിൽ ദൈവം ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ അയാളുടെ ജീവിതം മാറാൻ തുടങ്ങും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. യേശു അതിൽ കയറി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവര് രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ പോയിട്ട് വന്നിരിക്കുക. ഒറ്റ ഉറങ്ങിയിട്ടില്ല ഇവർ വിശ്രമിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഈ വലയൊക്കെ മടക്കി വെച്ചേച്ച് വീണ്ടും വള്ളം എടുക്കാൻ പറഞ്ഞാൽ അവര് കയറത്തില്ല, അവര് വള്ളം എടുക്കത്തില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞോ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്ന് ഫുഡ് പോലും കഴിച്ചിട്ടില്ല, മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വള്ളത്തെ കയറണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞില്ല. തൻ്റെ ജീവിതത്തിലേക്ക് ആ വള്ളത്തിലേക്ക് കയറി വന്ന യേശുവിനെ ശിമയോൻ പത്രോസ് സ്വീകരിച്ചു. യേശു അതിൽ കയറി. ഇവിടെ ഇരിക്കുന്ന ആരും എന്ത് ധ്യാനം, എന്ത് പ്രാർത്ഥന എന്ന് തലതിരിഞ്ഞ് ചിന്തിക്കരുത്. നിങ്ങൾ പോലും ഇഷ്ടപ്പെടുന്നില്ലേ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തിലൂടെ ചില അനുഗ്രഹങ്ങൾ വന്ന് കയറി വരുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് ആ വാതിൽ അടയ്ക്കരുത്. പഴയതുപോലെ ആയിരിക്കില്ല ജീവിതം തുടരുന്നത്. ജീവിതം മറ്റൊരാൾ അതിശയിക്കത്തക്ക വിധം ജീവിതം മാറും. ഇത് മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടും. യേശു അതിൽ കയറി. കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു പറഞ്ഞു. ശിമയോൻ പത്രോസിനോട് പറഞ്ഞു, കുറച്ച് വെള്ളം അങ്ങോട്ട് മാറ്റ്, ഇച്ചിരി അങ്ങോട്ട് മുന്നോട്ട് നീക്കാൻ പറഞ്ഞു. അവൻ അതിലിരുന്ന് പഠിപ്പിച്ചു. 4-ാമത്തെ വാക്യം ശ്രദ്ധിക്കുകയാണ്. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു. ശ്രദ്ധിക്കണം കേട്ടോ. സംസാരിച്ച് കുറച്ചു നേരം പഠിപ്പിച്ചു, മിണ്ടിയും പറഞ്ഞ് വീരുന്നതിന് ശേഷം അവൻ ശിമയോൻ പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. നീ ഇനി മീൻ കിട്ടത്തില്ല, ഇനി ഒന്നും ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് മടക്കി വെച്ചിരിക്കുന്ന വല ഒന്നുകൂടെ എടുക്കുക. അതവിടെ ഇരിക്കണ്ട. എന്തിനാ ഈ വചനം കേട്ടെന്ന് ഈ 4-ാം ദിവസം കേൾക്കുന്നത്? ചിലതൊക്കെ നമ്മൾ നടക്കുകയില്ല, ശരിയാകുകയില്ല, വിജയിക്കുകയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് മടക്കി വെച്ചിട്ടില്ല കുറച്ച് വലയുണ്ട്. ഒന്നും കൂടെ എടുക്കുക. ഒന്നും കൂടെ ദൈവം ചിലത് നിന്നെ എടുപ്പിക്കും. ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിവും ശക്തിയും ഒന്നും കൂടെ തരുന്ന ദിവസമായത്. ഒന്നും കൂടെ എടുക്കാൻ പറഞ്ഞു. എടുത്തു. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. 5-ാമത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിക്കും. ശിമയോൻ പത്രോസ് സിറ്റുവേഷൻ പറഞ്ഞു, സാഹചര്യം പറഞ്ഞു. കർത്താവേ, രാത്രി മുഴുവൻ, രാത്രിയിൽ 10 തൊട്ട് 12 മണി വരെ എന്നല്ല, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഒന്നും ശരിയായില്ല, ഒന്നും കിട്ടിയില്ല. ഒരു കറി വെക്കാൻ പോലും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും ആ
അവിടെ നിൽക്കട്ടെ. ആ എങ്കിലും എന്ന വാക്കിനൊരു വട്ടം കൊടുക്കണം. അത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ആ വാക്ക് പ്രധാനപ്പെട്ടതാണ്. ശിമയോൻ പറയുവാണ്, എങ്കിലും എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ല, നല്ല ക്ഷീണമുണ്ട്, എങ്കിലും വാക്യം വായിച്ചേ. നീ ആ വാക്യം പറഞ്ഞതനുസരിച്ച് ശ്രദ്ധിച്ചോ. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ വല ഇറക്കും. നിന്റെ വാക്കനുസരിച്ച്, ദൈവത്തിന്റെ വാക്കനുസരിച്ച് അധ്വാനിക്കാൻ തയ്യാറായാൽ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ആമേൻ. വിശ്വസിക്കുന്നു. അതാണ് ഡെയിലി ബ്ലെസ്സിംഗ് എന്ന ശുശ്രൂഷയിൽ ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കണ്ട ഒരു അത്ഭുതം. അവർ ജീവിതത്തിൽ ദൈവവചനം കേട്ട് ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും വലിയ ചെലവുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ദൈവവചനം എല്ലാ ദിവസവും നിങ്ങൾ കേൾക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഒരു അനുഗ്രഹമായിരിക്കും. ആമേൻ. ഇനി ആ വാക്യം ശിമയോൻ പത്രോസ് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വല ഇറക്കാം. ഇപ്പൊ ശിമയോൻ പത്രോസ് ഈ വല ഇറക്കുന്നത് എന്ത് കേട്ടിട്ടാ? ദൈവത്തിന്റെ വചനം കേട്ടിട്ട്. വല ഇറക്കിയിട്ട് വല്ലതും കിട്ടിയോ? താഴെ എഴുതി വായിച്ചേ. വല ഇറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. വളരെയേറെ എന്നൊരു വാക്കുണ്ട്, ഒരു അഡ്ജക്റ്റീവ് അവിടെ കിടപ്പുണ്ട്. കുറെ മത്സ്യങ്ങളെ കിട്ടിയില്ല, കുറച്ച് മത്സ്യങ്ങളെ കിട്ടി, കുറച്ച് കറി വെക്കാൻ തികഞ്ഞൊന്നല്ല, വളരെയേറെ. എപ്പോഴാണ് വളരെയേറെ മത്സ്യങ്ങളെ കിട്ടിയത്? എപ്പോഴാണോ ശിമയോൻ പത്രോസ് ദൈവത്തിന്റെ വാക്കു കേട്ട് അധ്വാനിക്കാൻ തുടങ്ങിയപ്പോഴാ ഒന്നുമില്ലാത്ത വള്ളം നിറയാൻ തുടങ്ങിയത്, വളരെയേറെ മത്സ്യങ്ങളെ കിട്ടിയത്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ വളരെയേറെ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങൾ എടുക്കുന്ന തീരുമാനം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ സാമ്പത്തികം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഒന്നും കൂടെ ആ വാക്യം വായിച്ചേ. ശിമയോൻ പത്രോസ് ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ട് ചീത്തയും പറഞ്ഞ് തെറിയും പറഞ്ഞ് ശപിച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നല്ല, അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ വളരെയേറെ മത്സ്യങ്ങൾ. എപ്പോൾ ശിമയോൻ പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, പക്ഷേ നിന്റെ വാക്ക് കേട്ട് ഞാൻ അധ്വാനിക്കാം. വളരെയേറെ മത്സ്യങ്ങൾ കിട്ടി. പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങുമല്ലേ നിങ്ങളും? പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളില്ലേ? ദൈവവചനം കേട്ട് അധ്വാനിക്കാൻ പറ, ദൈവവചനം കേട്ട് പഠിക്കാൻ പറ, ദൈവവചനം കേട്ട് ബിസിനസ് ചെയ്യാൻ പറ, ദൈവവചനം കേട്ട് ഓരോ കാര്യത്തിൽ ഇറങ്ങാൻ പറ. വളരെയേറെ മത്സ്യങ്ങൾ എന്ന പോലെ വളരെയേറെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഉയർത്തി, ശബ്ദം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ വല കീറി തുടങ്ങി. കഷ്ടമായി പോയി. അതൊരു അപകട സൂചനയാണല്ലോ. അവരുടെ വല ചെറുതായിട്ട് കീറി തുടങ്ങി. ആ മൈക്ക് വർഗീസിനെ കൊടുത്തു. വല കീറിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ? മീനെല്ലാം പോകും. മീൻ പോകും. അല്ല, ദൈവം പറഞ്ഞു കേട്ടിട്ടല്ലേ അധ്വാനിച്ചത്. ഇപ്പൊ വല എന്താ കീറിയത്? ശ്രദ്ധിക്കണം, എല്ലാവരും കേട്ടെ. ദൈവത്തിന്റെ വാക്കു കേട്ടാണോ നീ അധ്വാനിച്ച് ഇപ്പം ധാരാളം മത്സ്യങ്ങളെ കിട്ടിയത്? വല കീറിയിട്ടും ഇത് മത്സ്യങ്ങൾ വലയെന്ന് പുറത്തു പോയി നീ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? തങ്കച്ചപ്പതിനെ എഴുതിയിട്ടില്ല. മീൻ വലയ്ക്കകത്ത് കിടക്കുന്നതെല്ലാം പിടച്ച് നിൽക്കും. ജീവമരണ പോരാട്ടമാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു കീറൽ ഉണ്ടായാൽ ആ കീറൽ നിമിഷ നേരം കൊണ്ട് വലുതായി ഈ ഉള്ള മീനെല്ലാം വെള്ളത്തിൽ പോകും. പക്ഷേ ഈ ബൈബിള് ഞാൻ അരിച്ചു പെറുക്കി നോക്കിയിട്ടും ഒരൊറ്റ മത്സ്യങ്ങൾ പുറത്തുപോയി എന്ന് എഴുതിയിട്ടില്ല. മത്സ്യങ്ങൾ, കുറെ മത്സ്യങ്ങളെ കിട്ടി, വല കീറിയോണ്ട് എല്ലാം പോയി എന്ന് എഴുതിയിട്ടില്ല. ഇനി എല്ലാവരും കേട്ടെ, ദൈവം തന്നതൊന്നും നിനക്ക് നഷ്ടപ്പെട്ടു പോകില്ല. ദൈവത്തിന്റെ വാക്കു കേട്ട് അധ്വാനിച്ച് നേടിയതൊന്നും നിനക്ക് നഷ്ടമാകില്ല. ഇതൊരു 1000 വട്ടം പറഞ്ഞോ കേട്ടോ. ഇത് വായിച്ചു നോക്കണം. ഇഷ്ടംപോലെ മീനിനെ കിട്ടി, വല കീറി തുടങ്ങി, മുഴുവൻ മീനും പോകേണ്ടതാ. ഈ വലയ്ക്ക് മാത്രമല്ല കേട്ടോ കീറലുണ്ടാകുന്നത്. ദൈവം നിനക്ക് തന്ന കുടുംബ ജീവിതത്തിലും വരാം ചിലപ്പോൾ ചില കീറലുകൾ. ദൈവം നിനക്ക് തന്ന ഭാര്യ, ദൈവം നിനക്ക് തന്ന ഭർത്താവ്, ദൈവം നിനക്ക് തന്ന മക്കൾ, അയ്യോ ഞങ്ങളുടെ സന്തോഷത്തോടെയൊക്കെ ജീവിക്കുക, എന്നാണെന്നറിയില്ല, ഒരു ചെറിയ കീറൽ, ഒരു ചെറിയ പ്രശ്നം, ഒരു ചെറിയ വഴക്ക്, ഒരു ചെറിയ പ്രതിസന്ധി, ഒരു തെറ്റിദ്ധാരണ,
ദൈവമാണോ ആ വ്യക്തിയെ നിനക്ക് തന്നത്? ദൈവമാണോ ഈ കുടുംബം നിനക്ക് തന്നത്? അത് നിനക്ക് നഷ്ടമാകത്തില്ല. വിശ്വസിക്കുന്നു. ഈ ഒരൊറ്റ വാക്ക് അറിഞ്ഞു പോയാൽ വേറൊന്നും കേൾക്കണ്ട. ഇത് കുറേ പ്രാവശ്യം ചിന്തിക്കാനുണ്ട്. ദൈവവചനം കേട്ട് അധ്വാനിച്ച് വളരെയേറെ മത്സ്യങ്ങളെ കിട്ടി വല കീറി തുടങ്ങിയെന്ന് എഴുതിയിട്ടുണ്ട്. ഒരൊറ്റ മീനും വല കീറി തുടങ്ങിയിട്ടും പുറത്തു പോയി എന്ന് എഴുതിയിട്ടില്ല. ഇന്ന് നിങ്ങളെല്ലാവരും വിശ്വസിച്ച് പറയണം. ഞാൻ പറയുന്നൊരു കാര്യം, ദൈവമാണോ എനിക്ക് തന്നത് അത് നഷ്ടമാകത്തില്ല. ദൈവമാണോ എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ ഒരു അവസരം തന്നത്? അസൂയക്കാരൻ അസൂയോടെ എന്തെങ്കിലും ചെയ്താലും, ഇനി ദേഷ്യക്കാരൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലും, ഇനി ഇത് തകരാൻ വേണ്ടി അയാൾക്ക് പറ്റുന്നതെല്ലാം ചെയ്താലും, ദൈവമാണോ എനിക്ക് തന്നത് അത് നഷ്ടമാകത്തില്ല. ദൈവമാണോ ഈ ശബ്ദം എനിക്ക് തന്നത് അത് നഷ്ടമാകത്തില്ല. ദൈവമാണോ എനിക്ക് ആ വാഹനം തന്നത് എനിക്ക് നഷ്ടമാകത്തില്ല. ദൈവമാണോ എനിക്ക് ആ ബന്ധം തന്നത്, ദൈവമാണോ ആ വ്യക്തി എനിക്ക് തന്നത്, ദൈവമാണോ ആ ഒരു അംഗീകാരം എനിക്ക് തന്നത്, ദൈവം തന്നതൊന്നും നഷ്ടമാകത്തില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് എല്ലാം ഇന്ന് എല്ലാവരോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയണം, ദൈവം നമുക്ക് തന്നത് നഷ്ടമാകത്തില്ല. പക്ഷെ ഇച്ചിരി കീറലുകളൊക്കെ ഉണ്ട് അല്ലേ? സാമ്പത്തികത്തിലൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട്, കുടുംബജീവിതത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, പിള്ളേരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. സാരമില്ല, അത് ചെറിയ കീറലുകളായിരിക്കാം, അത് നഷ്ടമാകത്തില്ല. ദൈവമാണ് എനിക്ക് തന്നത്, ദൈവമാണ് എനിക്ക് ഈ വീട് തന്നത്, ദൈവമാണ് എനിക്ക് എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം കൊടുത്തത്, ദൈവമാണ് ആ ബന്ധം ചേർത്ത് വെച്ചത്, ദൈവം അനുഗ്രഹിച്ചൊരു കുടുംബജീവിതം. ദൈവം തന്നതൊന്നും നഷ്ടമാകത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി, ഒരു കരം ഉയർത്തി, ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു കരം ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ചിട്ട് നിങ്ങളോട് തന്നെ നിശബ്ദമായിട്ടേലും ഒന്ന് പറഞ്ഞ്, ദൈവം എനിക്ക് തന്നതൊന്നും നഷ്ടമാകില്ല. ഇതെന്റെ വിശ്വാസമാണ്. ദൈവം എനിക്ക് തന്ന മക്കൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവം എനിക്ക് തന്ന ആ സാമ്പത്തിക വരുമാന മാർഗം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവം എനിക്ക് തന്ന ആ നല്ലൊരു ബന്ധമുണ്ട്, അത് നഷ്ടമാകത്തില്ല. അതുകൊണ്ട് ഇത് ഉറക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പലകയിൽ എഴുതി വെക്കുന്ന പോലെ എഴുതി വെച്ച്, ദൈവം തന്നതൊന്നും നഷ്ടമാകില്ല. വിശ്വസിച്ചോ? ഇത് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ വീട്ടിൽ പോയിട്ടെങ്കിലും വായിക്കണം. ധാരാളം മത്സ്യങ്ങളെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഒരു അപകട സൂചന, ആ വലയ്ക്കൊരു ചെറിയ കീറൽ, പക്ഷെ ഒരൊറ്റ മീൻ പുറത്തു പോയിട്ടില്ല. അതൊരു സൂചനയാണ്, ദൈവം തന്നതൊന്നും നഷ്ടമാകില്ല. വാക്യം വായിക്കാം. അവർ മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. ഇതൊരു നല്ല വാക്യമാണ്, എല്ലാ ക്രിസ്ത്യാനികളും ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. ഇപ്പോൾ ശിമയോൻ പത്രോസിന്റെ വള്ളത്തിനകത്ത് നിറച്ചു മീനാണ്. വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ഒരു നല്ല കാലം ഉണ്ടാവുമെന്ന്. വല മടക്കി വെച്ച മനുഷ്യനത്. ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരുന്ന ആളുടെ ഒന്നുമില്ലാത്ത ആ വള്ളത്തെ ഇപ്പം ദൈവം നിറച്ചു. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും പാവപ്പെട്ടവരാണോ? ഒരു വീടില്ലാതെ വാടകയ്ക്കൊക്കെ കിടക്കുവാണോ? നാളെ ഒരു സമയത്ത് ഈ ദേശത്തിലുള്ള പലരും അത്ഭുതപ്പെടുന്ന വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം നിറയ്ക്കുന്ന ഒരു കാലമുണ്ട് കേട്ടോ. നാളെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ഒത്തിരി നന്മകൾ കണ്ടിട്ടുണ്ട്. ജീവിതം നിറയും, വള്ളം നിറഞ്ഞ പോലെ, മത്സ്യങ്ങൾ നിറഞ്ഞ പോലെ നിറഞ്ഞു വരും, അനുഗ്രഹം വരും. ശ്രദ്ധിച്ചേ, മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് ഇങ്ങോട്ട് ആംഗ്യം കാണിച്ച് വിളിച്ചു. എന്താണ് ശിമയോൻ പത്രോസിനെ ഒന്നാമതെത്തിച്ചത്? അസൂയയില്ലാത്ത മനസ്സ്. പ്രാർത്ഥിക്കുവാണേലും എന്ത് കാര്യം അസൂയയില്ലാത്തൊരു മനസ്സോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദൈവം ഒന്നാമതെത്തിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് അസൂയുണ്ടോ? അസൂയുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. ആർക്കുമില്ല, കുറച്ചു പേരൊക്കെ ഇവിടെയുണ്ട്, അശ്രദ്ധിക്കാതെ കണ്ട് പറഞ്ഞു പോയതാണ്. എല്ലാവർക്കും അസൂയയുണ്ട്. അസൂയയില്ലെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. അസൂയയില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം വീട്ടിൽ വളർന്ന പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ അസൂയുണ്ട്, മൃഗങ്ങൾക്ക് പോലും ഉണ്ട്. എങ്ങനെ മനസ്സിലായി? നിങ്ങളുടെ വീട്ടിൽ പശുവും ഒരു പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ പശുവിനെ പോയി പതുക്കെ ഒന്ന് തൂത്താൽ പട്ടി അവിടെ കിടന്ന് കൊരയും ബഹളോ ഒച്ചപ്പാടുവാ.
പട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പശുവിനെ പോയി തൊട്ടത്, പൂച്ചേനെ എടുത്തത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പട്ടിയെ ഒന്ന് പോയി തൊട്ട് എന്നാണ്ടോ വിശേഷം, സുഖമാണെന്നൊക്കെ ചോദിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. എല്ലാത്തിനും ഉണ്ട് അസൂയ. നിങ്ങൾക്ക് അസൂയ ഉണ്ടോ എന്ന് ഞാൻ കുഞ്ഞൊരു പരീക്ഷയിട്ട് നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. നിങ്ങൾക്ക് 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണുള്ളത്. നിങ്ങളുടെ അയൽവാസിക്ക് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു പോകാറായ ഒരു വീടുണ്ട്. നിങ്ങൾക്ക് അസൂയുണ്ടോ? ഇല്ല. ഈ 1000 സ്ക്വയർ ഫീറ്റുള്ള ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ വീട്ടിലെ കൊച്ച് ദൈവകൃപയിൽ കാനഡയ്ക്ക് പോയി. 3-5-6-7 വർഷം കൊണ്ട് നല്ല പൈസയൊക്കെ ആക്കി ഇപ്പോൾ ഒരു 4000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അപ്പുറത്ത് വെക്കാൻ തുടങ്ങുവാണ്. നീക്കമൊക്കെ വരച്ചു, പൈസയൊക്കെ പ്ലാനൊക്കെ വരച്ചു, ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഇപ്പുറത്തെ വീട്ടുകാർക്ക് ഈ ചങ്കിൻ്റെ ഭാഗത്ത് ഒരു അറ്റാക്കിൻ്റെ ആരംഭം പോലെ ഒരു എരിച്ചിലാണോ പുകച്ചിലാണോ ഒരു അസ്വസ്ഥതയാണോ, ആ എരിച്ചിലിൻ്റെ പേരാണ് അസൂയ. ചിലപ്പോൾ ഉണ്ടാകാം. ശിമയോൻ പത്രോസിന് എന്തായാലും അസൂയില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, അപ്പുറത്തിരിക്കുന്ന കുറച്ച് എൻ്റെ കൂട്ടുകാരുണ്ട്, അവരുടെ വള്ളത്തിൽ ഒന്നുമില്ല കർത്താവേ, അവർക്കൊന്നും ഇല്ലാത്ത കുറച്ച് പേർ അവിടെ ഉണ്ട്. ആ പറഞ്ഞ മനസ്സിനെയാണ് ശിമയോൻ പത്രോസിനെ യേശു വിളിച്ചത് ഒന്നാമൻ പത്രോസ്. വേറെ ആരെയും വിളിച്ചില്ലോ. നീ 2-ാമൻ 3-ാമൻ 4-ാമൻ 5-ാമൻ 7-ാമൻ ആരും പറഞ്ഞല്ലോ, ഒറ്റയാളെ പറഞ്ഞല്ലോ. ഒന്നാമത് എത്തിച്ചത് അസൂയയില്ലാത്ത മനസ്സ്. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അസൂയയില്ലാതെ സ്വാർത്ഥതയില്ലാതെ പ്രാർത്ഥിക്കണം. ഒരിക്കലും ഒരാളിനോട് പറഞ്ഞേ, അച്ചോ വേറെ ഒരച്ഛൻ അവിടെ ധ്യാനമായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ പ്രസംഗിക്കുന്നേക്കാൾ കൂടുതൽ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂന്ന്. വേറെ ഒരു അച്ഛൻ ഇതേക്കാൾ അദ്ദേഹം പറഞ്ഞ എന്താ ഉദ്ദേശിച്ചത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ നിൽക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ആയിരിക്കട്ടെ. കർത്താവെ, ഞാൻ പ്രസംഗിക്കുന്നേക്കാൾ നന്നായി ആ വൈദികനും ആ ആളുകളൊക്കെ നന്നായി പ്രസംഗിക്കട്ടെ. ഇവിടെ 1000 പേര് വന്നിട്ടുണ്ടെങ്കിൽ അവർ പ്രസംഗിക്കുമ്പോൾ 10,000 പേര് വരട്ടെ. എന്നേക്കാൾ നല്ല വീട് എൻ്റെ അയൽവാസി പണിയട്ടെ. എൻ്റെ പിള്ളേർക്ക് കിട്ടിയേക്കാൾ നല്ല ജോലി അവർക്ക് കിട്ടട്ടെ. എൻ്റെ കൊച്ചിൻ്റെ വിവാഹം നടന്നേക്കാൾ നന്നായിട്ട് അവരുടെ വിവാഹം നടക്കട്ടെ. എനിക്ക് ഈ ചെറിയ അതിനേക്കാൾ നല്ല വാഹനം അവർ മേടിക്കട്ടെ, അതിനേക്കാൾ നല്ല വീട് പണിയട്ടെ, നന്നായിട്ട് ജീവിക്കട്ടെ, അവര് നല്ല ബിസിനസ് തുടങ്ങി മുന്നോട്ട് പോകട്ടെ. അസൂയയെ നമ്മൾ കളയണം മനസ്സിൽ നിന്ന്. അവർ രക്ഷപ്പെടട്ടെ, അവർ നന്നായിട്ട് പ്രസംഗിക്കട്ടെ. ഇവർ പാടുന്നേക്കാൾ നന്നായിട്ട് അവർ പാടട്ടെ. ഇതിനേക്കാൾ നന്നായിട്ട് ഒരുപാട് കൺവെൻഷൻ ഉണ്ടാകട്ടെ. ഇതിനേക്കാൾ നന്നായി ആളുകൾ കൂടുന്ന വലിയ ശുശ്രൂഷകൾ മറ്റൊരാൾ വ്യക്തി ചെയ്യട്ടെ, അവർ ചെയ്യട്ടെ. അസൂയയില്ലാതെ പ്രാർത്ഥിക്കണം. ശിമയോൻ പത്രോസ് പറഞ്ഞു, അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. അതാണ് പ്രശ്നം. എന്തേരം മീനിനെ കൊടുത്തു? ഈ വള്ളത്തിൽ നിറച്ചു മീനുണ്ട്, മറ്റേ വള്ളങ്ങളും 1/2 കിലോ വെച്ചാണോ 1 കിലോ വെച്ചാണോ 2 കിലോ വെച്ചാണോ കൊടുത്തത്? ഞാനാണെ പറയും ഓരോ കിലോ വെച്ച കൊടു, ഓരോ കിലോ കൂടെ പുള്ളിക്ക്. പക്ഷെ കൊടുത്ത അളവ് ശ്രദ്ധിക്കണം. ഈ വള്ളവും നിറഞ്ഞിരിക്കുമ്പം അപ്പുറത്തെ വള്ളവും മുങ്ങാറാകുവോളം സ്വാർത്ഥതയില്ലാതെ അസൂയയില്ലാതെ അങ്ങോട്ട് കൊടുത്തു. അതാണ് ശിമയോൻ പത്രോസിനെ ദൈവം അനുഗ്രഹിക്കാൻ കാരണം. എന്തിനു കൊടുത്തു? ആ വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ഹല്ലേലൂയ. നോക്കൂ, ഒരാൾ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ അയാളുടെ ചുറ്റും നിന്നവരും അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ഇത് മറന്നുപോയേക്കല്ലേ? ഇവിടെ ശിമയോൻ പത്രോസിന്റെ വള്ളത്തെ കയറി ദൈവത്തിന്റെ വചനം ശിമയോൻ പത്രോസ് കേട്ടപ്പോ ശിമയോൻ പത്രോസും കുടുംബവും മാത്രമല്ല, ആ മനുഷ്യനെ ചുറ്റിപ്പറ്റി നിന്നവരുടെ ജീവിതവും നിറയാൻ തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങൾ ആത്മീയ മനുഷ്യനോട് ഒരു ശുശ്രൂഷയോട് ചേർന്നാണോ നിൽക്കുന്നത്? മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കും. ബാക്കി എന്താ? കല്ലിനും ഉണ്ടാകും അതിന്റെ ഒരു ഗുണം, സൗരഭ്യം. നിങ്ങൾ നോക്കൂ, ശിമയോൻ പത്രോസ് മാത്രമല്ല വചനം കേട്ടുള്ളൂ. ശിമയോൻ പത്രോസിന്റെ വള്ളത്തിൽ മാത്രമല്ല യേശു കയറിയുള്ളൂ. ഇപ്പോൾ അനുഗ്രഹം കിട്ടിയപ്പോൾ കൂടെ നിന്നവരും അനുഗ്രഹിക്കപ്പെട്ടു. നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളും മാത്രമല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ അയൽവാസികൾ അനുഗ്രഹിക്കപ്പെടും. ഇവിടെ വലിയൊരു കാര്യമാണ്. ശിമയോൻ പത്രോസ് വചനം കേട്ടു, വല ഇറക്കി, മത്സ്യങ്ങളെ കിട്ടി, നിറഞ്ഞു. അപ്പുറത്തുള്ള വള്ളങ്ങളും നിറഞ്ഞു. നിങ്ങളിലൂടെ ഒരുപാട് പേർ അനുഗ്രഹിക്കപ്പെടാൻ ഇടവരണം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ, എന്നെ ദൈവം അനുഗ്രഹിച്ചു മതിലും കെട്ടി ഇരിക്കാനുള്ളതല്ല, എൻ്റെ അനുഗ്രഹത്തിൽ മറ്റുള്ളവരെ കൂടി പങ്കു ചേർക്കണം. അതും അനുഗ്രഹമാണ്. വേഗത്തിൽ പറയാം അടുത്ത ഭാഗം. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ
ഏത് കണ്ടപ്പോൾ? മീൻ ഈദ് കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ മീൻ ഇത്ര ഒന്നുമില്ലാതിരുന്നൊരു വള്ളം, ആകെ നിരാശ പിടിച്ചിരുന്ന മനുഷ്യൻ അതിനകത്ത് മുഴുവൻ മത്സ്യങ്ങളെ കണ്ടപ്പോൾ, ഇത്രയും മത്സ്യങ്ങളെ കണ്ടപ്പോൾ, ഇനി ഞാനാണ് ശിമയോൻ പത്രോസെങ്കിൽ സാധാരണഗതിയിൽ ചെയ്യുന്നൊരു കാര്യം പറയാം. ഇത്രയും മീനങ്ങ് കിട്ടുമ്പം മുണ്ടും കയറ്റി കുത്തി പകുതി നിക്കറും കാണിച്ച് പകുതി 4 ചീത്തയും പറഞ്ഞ് മീനും തോളെ വെച്ച് മാർക്കറ്റിലേക്ക് ഒരു ഓട്ടമുണ്ട്. ശിമയോൻ പത്രോസ് മാർക്കറ്റിലേക്ക് ഓടിയെന്നാണോ അതോ കച്ചവടം ഇത് വച്ച് ഒരു കച്ചവടം ഇത് കിട്ടിയിട്ട് ഈ പൈസ വേണം ചിട്ടിക്കടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ് വെപ്രാളമാണോ കണ്ടേ? ഇത്രയും മത്സ്യങ്ങളെ കണ്ടപ്പോൾ ദാതാവിന്റെ കാലേ വീണു എന്ന് എഴുതിയിട്ടുണ്ട്. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ, ഏത് കണ്ടപ്പോൾ? ഇത്രയും അനുഗ്രഹം കണ്ടപ്പോൾ. നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ അഹങ്കരിക്കരുത്. നാളെ ഇത് നിങ്ങളുടെ നാളെ നിങ്ങളുടെ ഈ ദേശത്ത് വലിയ വീട് വരുമ്പോൾ, നിങ്ങൾ വലിയ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ പറയണം, ദാതാവിന്റെ കാലേ വീണോണം. നോക്കിക്കേ, ശിമയോൻ പത്രോസ് മാർക്കറ്റിലേക്കാണ് ഓടിയെന്ന്. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ് യേശുവിന്റെ കാലയിലോട്ട് വീണു. ഇതാണ് ഒരാളുടെ എല്ലാ വിജയങ്ങളുടെയും ഒരു സീക്രട്ട് ഓഫ് സക്സസ്, വിജയത്തിന്റെ രഹസ്യം. ഒരാൾ എന്തേലും ആണെന്നറിയും, പിന്നെ ഒരൊറ്റ ഗമ അഹങ്കാരം കണ്ട മിണ്ടിയല വലിയ പുള്ളിയാന്ന് പറഞ്ഞ് നടക്കുമ്പോഴല്ല കുഞ്ഞെ ഒരാൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നത്. എത്രയോ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഇതെനിക്ക് ദൈവം തന്നതാണ്, ദൈവത്തിന്റെ കാലേ വീണുന്ന്. ഒരു വള്ളം നിങ്ങളുടെ ജീവിതവും നിറയും കേട്ടോ, നിങ്ങളുടെ ജീവിതവും നിറയുന്ന ഒന്നുമില്ലേലും അതേ നിറയ്ക്കാൻ ദൈവത്തിന് അറിയാം. പക്ഷെ ഒരുപാട് ആളുകൾ സാഹചര്യങ്ങളൊക്കെ അങ്ങ് മറക്കും. ഞങ്ങളുടെ അത്രയും കളറുള്ളവർ ആരാ ഉള്ളത്? ഞങ്ങളുടെ അത്രയും വലിയ വീടുള്ള ആരാ ഉള്ളത്? ഞങ്ങളുടെ ഒന്നും വീട്ടിലൊന്നും അവരെ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് എങ്ങനെയൊന്നും പറയരുത്. ദൈവമാ എന്നെ അനുഗ്രഹിച്ചത്, എനിക്ക് ദൈവം തന്നതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ദൈവം നിങ്ങളെ ഇരട്ടിക്ക് അനുഗ്രഹിക്കാൻ തുടങ്ങും. അതാണ് എത്രയെല്ലാ സമ്പത്തുണ്ടായാലും ദൈവത്തെ മറക്കരുത്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറഞ്ഞ് ഈ ഒരു സമയത്തിന്റെ സമാപന സമയത്ത് പ്രസംഗിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക. ഒറ്റ കാര്യമേ പ്രസംഗിച്ചിട്ടുള്ളൂ. ദൈവത്തെ മറക്കുന്നവർ മറക്കാതിരുന്നാൽ ജീവിതത്തിൽ ഉണങ്ങിപ്പോകത്തില്ല. ദൈവത്തെ മറന്നുപോയവരാ ജീവിതത്തിൽ ഉണങ്ങിപ്പോയത്. രാഷ്ട്രീയത്തിലായാലും സാമ്പത്തികത്തിലായാലും ആത്മീയതയിലായാലും ഉണങ്ങിപ്പോയ കുറെ ആൾക്കാരുണ്ട്. അവർ ദൈവത്തെ മറന്നു. 10 കാശ് വരുമ്പോൾ കാശിന്റെ പുറകെ അങ്ങ് പോകും. കാശ് വരുമ്പോൾ ആ പൈസയുടെ കൂടെ അങ്ങ് ഉരുണ്ടു പോകും. എത്ര കാശുണ്ടായാലും ഇവിടെ ഇരുന്ന് തീരുമാനിക്കണം, ദൈവമേ എനിക്ക് എത്ര കാശ് തന്നാലും എന്തെല്ലാം സമ്പത്ത് തന്നാലും ഞാൻ സമ്പത്തിന്റെ പുറകെ അല്ല പോകുന്നേ, അത് തന്ന ദാതാവിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ?